ദേശാഭിമാനി മുഖപ്രസംഗം 2025 മാർച്ച് 4. ഒരു ക്രിക്കറ്റ് വീരഗാഥ. ചിറകുവെച്ച് പറന്നുയരുന്ന പന്തിനൊപ്പം ആകാശം തൊടുന്ന മനുഷ്യ സ്വപ്നങ്ങൾ കൂടി ഇഴചേരുന്നതാണ് ക്രിക്കറ്റ്. പന്തായാലും സ്വപ്നമായാലും അതിര് കടക്കുന്നതാണ് അതിൻ്റെ മനോഹാരിത. നിലം തൊടാത്ത നിമിഷങ്ങളിലെ അനിശ്ചിതത്വമാണ് അതിൻ്റെ വൈകാരികത. എത്തേണ്ടടുത്ത് എത്തുമെന്ന പ്രതീക്ഷയാണ് അതിൻ്റെ മുഖമുദ്ര. പ്രതീക്ഷകൾ എപ്പോഴും വിജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, കളിച്ചു തോൽക്കുന്നതിലും കളിച്ച് ജയിക്കുന്നതിലും കളിക്കാനുള്ള തൃഷ്ണയുണ്ട്. കിരീടമണിഞ്ഞില്ലെങ്കിലും ആ തൃഷ്ണയുടെ വിജയമാണ് ഇത്തവണ രഞ്ജി ട്രോഫിയിലൂടെ മലയാളി സ്വന്തമാക്കിയത്. സ്പോർട്സ് കേരളത്തിൻ്റെ ചോരയിൽ അലിഞ്ഞു ചേർന്നതാണ്. ഫുട്ബോളിലും അത്ലറ്റിക്സിലും കേരളം എന്നോ മുദ്ര പതിപ്പിച്ചതാണ്. ക്രിക്കറ്റ് ഇവിടെ വേരോടിയിട്ട് പതിറ്റാണ്ടുകളായി. തലശ്ശേരിയും തൃപ്പൂണിത്തുറയുമെല്ലാം ഈ കളിയുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. 1983 കപിലിൻ്റെ ചെകുത്താന്മാർ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ സംഘം ഏകദിന ലോകകപ്പ് നേടിയ ശേഷം രാജ്യമാകെ വീശിയടിച്ച ക്രിക്കറ്റ് കാറ്റ് കേരളത്തിലും എത്തിയിരുന്നു. ഫുട്ബോളും വോളിബോളും കളിച്ചിരുന്ന പാടത്തും പറമ്പിലും ക്രിക്കറ്റ് സ്റ്റമ്പുകൾ ഉയർന്നൊരു കാലമുണ്ടായിരുന്നു. അതിവേഗം ഈ കളിയും കേരളത്തിൽ പ്രചാരം നേടി. ടിനു യോഹന്നാനും എസ് ശ്രീശാന്തും സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിലെത്തി. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രധാന ടൂർണമെൻ്റായ രഞ്ജി ട്രോഫിയിൽ ഫൈനൽ കളിക്കാൻ 2025 വരെ കാത്തിരിക്കേണ്ടി വന്നു. കിരീട നേട്ടം പോലെ അഭിമാനാർഹമായ മുന്നേറ്റമാണിത്. ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ് സെമി സാധ്യമായത്. ഇക്കുറി ഒറ്റക്കളിയും തോൽക്കാതെയാണ് ചരിത്ര നേട്ടം. 6 മുൻ ചാമ്പ്യന്മാരെ മറികടന്നാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ നേതൃപാടവവും കോച്ച് അമയ് ഖൊറാസിയയുടെ തന്ത്രങ്ങളും നിർണായകമായി. ടീമിൻ്റെ കൂട്ടായ്മയും പൊരുതിക്കയറാനുള്ള ഇച്ഛാശക്തിയും കരുത്തായി. ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെയും സെമിയിൽ ഗുജറാത്തിനെയും മറികടന്നത് ഈ ആത്മസമർപ്പണം കൊണ്ടായിരുന്നു. ഫൈനലിൽ വിദർഭയ്ക്കെതിരെ പൊരുതി നിന്നാണ് സമനില നേടിയത്. ഒന്നാം ഇന്നിംഗ്സിൽ 37 റൺസ് ലീഡ് വിദർഭയ്ക്ക് 3ാം കിരീടത്തിന് വഴിയൊരുക്കി. കേരളം റണ്ണറപ്പായി. പരിചയസമ്പന്നരായ താരങ്ങൾക്കൊപ്പം യുവനിരയും മികവ് കാട്ടി എന്നതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. മറുനാടൻ താരങ്ങളായ ജലജ് സക്സേനയും ആദിത്യ സർവാത്തയും തിളങ്ങി. പ്രധാന കളിക്കാരായ സഞ്ജു സാംസൺ, വിഷ്ണു വിനോദ്, ബാബ അപരാജിത് എന്നിവർ പരിക്ക് മൂലം നോക്കൌട്ട് മത്സരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ബാറ്റർമാരിൽ മുഹമ്മദ് അസറുദ്ദീൻ്റെയും സൽമാൻ നിസാറിൻ്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അസർ 10 കളിയിൽ 635 റൺസ് അടിച്ചപ്പോൾ സൽമാൻ 9 കളിയിൽ 628 റൺസ് നേടി. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ സംഭാവന 516 റണ്ണാണ്. മറുനാട്ടുകാരായ ജലജ് സക്സേനയും ആദിത്യ സർവാത്തയുമാണ് ബൗളിംഗ് നിരയെ നയിച്ചത്. ജലജ് 40 വിക്കറ്റ് എടുത്തപ്പോൾ സർവാത്തെ 34 എണ്ണം നേടി. പേസർ MD നിതീഷ് 8 കളിയിൽ 28 വിക്കറ്റ് എടുത്തു. മുൻകാലങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ സാന്നിധ്യം പേരിന് മാത്രമായിരുന്നു. കുറച്ചു കാലമായി ആ രീതി മാറിയിരിക്കുന്നു. ഏതു വമ്പൻ ടീമിനെയും തറപറ്റിക്കാനുള്ള ആത്മവിശ്വാസം ടീം ആർജിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് അഭിമാനിക്കാം. പുരുഷ ക്രിക്കറ്റിനൊപ്പം വനിതാ ക്രിക്കറ്റിലും കേരളത്തിൻ്റെ പേര് തെളിയുന്നു. മിന്നുമണിയും ആശാശോഭനയും എസ് സജനയും ദേശീയ ടീമിലെത്തി. അണ്ടർ-19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ വയനാട്ടുകാരി VJ ജോഷിതയും ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം വഴികാട്ടിയത് വയനാട് കൃഷ്ണഗിരിയിലുള്ള സ്റ്റേഡിയമാണ്. രഞ്ജി ട്രോഫി നമുക്കൊരു പുതിയ കായിക പാഠമാണ്. പ്രത്യാശയുടെ തെളിച്ചമുള്ള പാഠം. സമാനതകളില്ലാത്ത ഈ നേട്ടം കേരളത്തിലെ കളിക്കാർക്ക് ദേശീയ ടീമിലേക്കും IPL ടീമുകളിലേക്കും കൂടുതൽ അവസരങ്ങളൊരുക്കും. ഈ മുന്നേറ്റം കേരള ക്രിക്കറ്റിൻ്റെ ഗതി മാറ്റുമെന്ന് ഉറപ്പാണ്. ഫുട്ബോളിലെ ദേശീയ ടൂർണമെൻ്റായ സന്തോഷ് ട്രോഫിയിൽ കേരളം റണ്ണറപ്പായിരുന്നു. ദേശീയ ഗെയിംസിൽ 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോളിൽ സ്വർണം നേടി. ഇപ്പോൾ ക്രിക്കറ്റിലും നേട്ടത്തിൻ്റെ കൊടിയുയരുമ്പോൾ അഭിമാനിക്കാം.